ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആദ്യം ഓൺ വോയിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു, ചെയ്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോഴാണ് എന്താ പറയുക, ഇത് അപ്പുറത്ത് ഏതോ ഒരു പട്ടി നന്നായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് മാത്രമാണ് കേട്ടോ ഇതിൽ നന്നായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാനിതങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു അടുക്കളയിൽ നിന്ന് വെച്ച് തന്നെയാണ് കേട്ടോ. പക്ഷെ അന്നേരം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ താത്തയും മക്കളും എൻ്റെ മക്കളും ഒക്കെ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു കലപില തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, തിരിച്ച് ഞാനും വീട്ടിലേക്ക് പോകാനായി കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ആ വോയിസിൽ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒരു ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 10:45 കേട്ടോ ഞാൻ എണീച്ച് വന്നപ്പോൾ. ഇത് സെൽഫി ക്യാമറ ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബിരിയാണിയാണ് കഴിക്കുന്നത് തലേന്നത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ ആദ്യം പറയാനുള്ളത്, ഇത് ഈ ഞായറാഴ്ചയല്ല, കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഞായറാഴ്ച ഇപ്പോൾ റമദാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയിലെ വീഡിയോ ആണ്. ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുന്ന വീഡിയോ ആണ് കേട്ടോ. വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തലേന്നത്തെ ബിരിയാണിയാണ് കഴിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ചട്ടിയിലിട്ടിട്ട് തലേന്നത്തെ ബിരിയാണി ചൂടാക്കി ആ ഒരു ഞെരിഞ്ഞ അവസ്ഥയിലുള്ള ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ബിരിയാണി എനിക്ക് പിറ്റേന്നൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെക്കും. അപ്പോൾ എൻ്റെ കാക്ക അവിടെ അവൻ്റെ കോളേജിലെ ഓരോ ആൻസർ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അവൻ പ്രൊഫസറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതേപോലെ മക്കളും ഇരുന്ന് അങ്ങനെ എല്ലാവരും അനുകരിക്കലാണല്ലോ, അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു. പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ കോഴിക്കോടേക്ക് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇട്ട ഡ്രസ്സുകളൊക്കെ മക്കളും ഞാനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി പാക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സൂട്ട് കേസിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഭാഗം ഉണ്ടല്ലോ, ആ സിബ് ഇടുന്ന ഭാഗത്ത് മക്കളുടെ ഡ്രസ്സുകളും ഈ ഒരു ഭാഗത്ത് എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ വെക്കാറ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഏകദേശം ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആകെ 2 ദിവസത്തിനല്ലേ വന്നത്. അപ്പോൾ ഒരു 2 ദിവസത്തിന് വരുമ്പോൾ 3 ദിവസത്തെ ഡ്രസ്സ് എടുക്കും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുക. അങ്ങനെ അപ്പോൾ മക്കളുടെ ഡ്രസ്സുകളൊക്കെ എൻ്റെ ഭാഗത്തേക്ക് തന്നെ വെച്ചിട്ട് അലക്കാനുള്ള ഡ്രസ്സുകളാട്ടോ ആ സിബ് ഇടുന്ന ഭാഗത്തേക്ക് ഞാൻ വെക്കാം. അപ്പോൾ മക്കളവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് തുടക്കാൻ വേണ്ടി ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓൺ വോയിസ് ചെയ്തതായിരുന്നു, പക്ഷേ സൗണ്ട് ഭയങ്കര നോയ്സ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യണത്. അവിടെ കട്ടിൽ എൻ്റെ കാക്കയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരിക്കാൻ പറഞ്ഞാണ്. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആരുടെയും സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോറ് തോന്നില്ലല്ലോ. പ്രത്യേകിച്ച് എന്താ പറയുക, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറടിക്കണ സംഭവമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അപ്പുറത്ത് ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തു വെക്കണത്. ഞാൻ എണ്ണിയിട്ട് ഞാൻ ഒന്നും ഉമ്മ പറഞ്ഞു അലക്കാം, ഏതായാലും വാഷിംഗ് മെഷീനിലെല്ലാം അങ്ങോട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നിനും സമ്മതിക്കാഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പെട്ടുപോയാൽ പിന്നെ ഞാൻ 1-2 മാസം കൂടുമ്പോൾ 2-3 മാസം കൂടുമ്പോഴൊക്കെയാണ് ശരിക്കും അങ്ങനെയൊക്കെയാണ് വരാറുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത വരവ് എപ്പോഴാണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സുകൾ ഇവിടെ വെച്ച് പോയാൽ, ഇവിടെ പെട്ടുപോയാൽ ഒരു പെട്ടുപോയത് തന്നെയാണ് കേട്ടോ. പിന്നെ മക്കളിങ്ങനെ വലുതാവണോണ്ട് പിന്നെ അത് ഡ്രസ്സുകളൊന്നും പ്രോപ്പർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ഉപകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് നേരെ കൂട്ടി വന്നതായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ അലക്കിയത് മുകളിൽ നിന്ന് എടുക്കാൻ മറക്കുക അങ്ങനെയൊക്കെ എന്താ പറയുക, പെട്ടുപോയാൽ അത് ഒരു പെട്ടുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ മക്കളിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടുണ്ടായിരുന്നു എന്ന് എണ്ണി ആലോചിച്ചാണ്, ഒന്നും മറന്നു പോയില്ലല്ലോ എന്ന് റീച്ചൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തു വെക്കണത്. പിന്നെ മക്കളവിടെ കുളിക്കണോണ്ട് മക്കളെ എന്താ പറയുക, അലക്കാനുള്ള ഡ്രസ്സ് അപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ കിട്ടി. ആദ്യമൊക്കെ ഞാനിവിടെ മക്കളെ പഴയ ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി കൊണ്ടുവെക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ വരുമ്പോഴേക്കും അതൊക്കെ എന്താ പറയുക, എല്ലാം ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പണി നിർത്തി കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ കൊണ്ടുവരും, അതപ്പോൾ ഞാൻ ചെയ്യാറുള്ളത്.
അപ്പോൾ ഈ ചുരിദാർ എനിക്ക് എൻ്റെ താത്ത അടിച്ചു തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ മുമ്പ് കൊടുത്തതായിരുന്നു അവൾക്ക്. ഞങ്ങൾ കസവ് കേന്ദ്രം, മഞ്ചേരി കസവ് കേന്ദ്രത്തിൽ നിന്ന് തുണി വാങ്ങിയിട്ട് അവൾക്ക് കുറേ മുമ്പ് കൊടുത്തത്. പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ, പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ, പെട്ടെന്ന് അടിച്ച് വരണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. ഞാൻ മോഡൽ പറഞ്ഞു കൊടുക്കലില്ല കേട്ടോ, എല്ലാം അവൾ തന്നെ നോക്കി സെലക്ട് ചെയ്ത് അവൾ അങ്ങോട്ട് അടിച്ചത്. തുണി വാങ്ങി കൊടുക്കണ പണി മാത്രമേ ഉള്ളൂ എനിക്ക്, അടിക്കൂലിയും കൊടുക്കണ്ട, ലാഭമായില്ലേ. അതൊക്കെ കഴിഞ്ഞൊരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. മക്കൾ തലേന്നത്തെ ബിരിയാണി തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം, വൈകുന്നേരമൊക്കെ അവിടെ എത്തിയിട്ടൊരു വിശപ്പുണ്ടാവുമല്ലോ, അപ്പോൾ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗീ റൈസും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ മക്കൾ അന്നേരം ഗീ റൈസൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ പൊതിഞ്ഞ് പാക്ക് ആക്കി ആണ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇറങ്ങി. കാരണം ഈ ഒരു ടൈം, ഒരു ഉച്ച ആ ഒരു ടൈമിലാണ് വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയം വേഗം ഇറങ്ങി. വൈകുന്നേരം ആയാൽ പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, അതുകൊണ്ട് അതിന് നിന്നില്ല കേട്ടോ. എത്തിയപ്പോൾ കുറച്ച് ഞാൻ മീഷോന്നും അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ആ പാർസൽ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, സുജി ഉള്ളിലൊക്കെ എടുത്തു വെച്ചത്. പിന്നെ മക്കൾ വന്നപ്പോൾ ഉള്ള ബാഗും എല്ലാം അവിടെ അങ്ങോട്ട് ഇട്ടിട്ട് മക്കൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കളിയാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കളിയാണ്, പ്ലേ സ്റ്റേഷനൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ 2 ദിവസം ഫ്രണ്ട്സിനൊന്നും കാണാത്തല്ലേ, സാറിൽ കുറച്ച് നേരം കൂടി കളിച്ചോന്നൊക്കെ പെർമിഷൻ കൊടുത്ത് ഞാനും അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് സുജി വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ കുഞ്ചാക്കോമൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ അങ്ങനെ അല്ലേ, അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് രാത്രി പോയാലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ തലവേദനയില്ല ഒന്നുമില്ല, ഓക്കെ സമ്മതം. അപ്പോൾ തന്നെ പിന്നെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി ഞാൻ ഉമ്മ കൊടുത്തയച്ച ഫുഡൊക്കെ കഴിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കിട്ടോ. ഇപ്പം ഞാനും വേറെ ഡ്രസ്സൊക്കെ ഇട്ട് എന്താ പറയുക കുട്ടപ്പിയായി ഞങ്ങളിതാ ഇതിനെ ഇറങ്ങുകയാണേ, പടത്തിന് ഇറങ്ങുകയാണേ. അപ്പോൾ പിന്നെ ടോട്ടോക്കുള്ള, ഞങ്ങൾ ലേറ്റ് ആവുമല്ലോ വരാം, അപ്പോൾ പിന്നെ ടോട്ടോക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അവനിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അവൻ ചൂട് സഹിക്കാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൂളർ വെച്ച് കൊടുക്കും. വേനൽക്കാലത്തൊക്കെ അവന് കൂളർ വെച്ച് കൊടുക്കും കേട്ടോ. വേനൽക്കാലം കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്ന ആ ഒരു ടൈമിൽ കൂളർ എടുത്ത് വെക്കുകയും ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ കൂളറിൽ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവനങ്ങോട്ട് എൻജോയ് ചെയ്യട്ടെന്ന്. അപ്പോൾ ഞങ്ങളിതാ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ എന്താ പറയുക, RP മാളിലാണ് കേട്ടോ പോലെ. RP മാളിൽ മറ്റേ ആശീർവാദ് സിനിമാസില്ലേ, അവിടെയാണ് കേട്ടോ പോകാറ്. അപ്പോൾ വല്ലപ്പോഴും വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാലായി, അല്ല മോസ്റ്റ് ഓഫ് ഒരു 95% ഞങ്ങൾ അവിടെ തന്നെയാണ് കേട്ടോ സിനിമയ്ക്ക് പോകാറ്. പിന്നെ സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങും കേട്ടോ. നിങ്ങൾ തിന്നാനാണോ പോണത്, അത് സിനിമ കാണാനാണോ പോണതെന്ന് ഭയങ്കര ഡൗട്ടാവട്ടോ ഞങ്ങളെ കാണുന്നത്. അത്രയധികം സാധനങ്ങൾ. എനിക്ക് പോപ്കോൺ, വലിയ പോപ്കോൺ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വാങ്ങും. പിന്നെ മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ് അത് ഇതൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ വാങ്ങുക. പിന്നെ ഞാൻ ആ ഒരു സിനിമ കണ്ടപ്പോൾ ഫുൾ അതിലേക്ക് ലയിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡിൻ്റെ ഒക്കെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ കഴിഞ്ഞൊരു 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.